Assalamualaikum, welcome back to Fennel my world. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി പെപ്പർ ചിക്കൻ ആണ്. അടിപൊളി ടേസ്റ്റും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പ്രൊസീജിയേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൺചട്ടിയിലാണ്. കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ്. അതും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ തക്കാളിയാണ്. അപ്പോൾ ഒരു മിക്സി ജാറിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് മുറിച്ചിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ അരച്ച് വെച്ച ഈ പേസ്റ്റ് നമ്മൾ വഴറ്റി വെച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇതിൻ്റെ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്നൊരു പാകമാവണം. അപ്പോൾ ഇത് നന്നായി വെന്ത് എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല, ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം പൊടിച്ചതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അത്യാവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുക. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഒരു ലിഡ് വെച്ച് കവർ ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് കുറഞ്ഞ കാരണം ഞാൻ 1 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 8 ബദാം വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കുക. ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു തിക്നെസ്സും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഞാൻ കുറച്ച് കുറച്ച് തിക്നെസ് കൂടിയ കാരണം ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയും കൂടി വറുത്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. കുറച്ച് മലയാളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ ഈ പെപ്പർ ചിക്കന് സെർവ് ചെയ്യുന്നത് പൂരിയുടെ ഒപ്പമാണ്. അടിപൊളി കോമ്പിനേഷനാണ്. എന്തിൻ്റെ ഒപ്പം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടി കാണും. അതും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.